അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അൽ മറാജ വൽ ഇഖ്തിബാസാത്ത് എന്ന മൂന്നാമത്തെ ഭാഗമാണ്. റെഫറൻസസ് ആൻഡ് സൈറ്റേഷൻസ്. എങ്ങനെയാണ് ഒരു അക്കാദമിക് റിസർച്ച് അതല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഒക്കെ എഴുതുന്ന സമയത്ത് റെഫറൻസുകൾ, ഫുട് നോട്ടുകൾ, എൻഡ് നോട്ടുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഫയലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. യുഅദ്ദു ബർനാമിജ് മൈക്രോസോഫ്റ്റ് വേർഡ് അദാത്തുൻ ഖവിയ്യത്തുൻ ലിതൻലീമിൽ ബഹ്സിൽ ഇൽമി വ ഇലാഫത്തുൽ മറാജ വൽ ഇസ്തിഷ്ഹാദാത്ത് ബിത്വരീഖത്തിൻ ഇഹ്തിറാഫിയ വ മുനല്ലമ. ഒരു റിസർച്ച് വർക്ക് ക്രമീകരിക്കാനും അതിലേക്ക് റെഫറൻസുകളും സൈറ്റേഷൻസുമൊക്കെ പ്രൊഫഷണലായ രൂപത്തിൽ തന്നെ നൽകി അതിനെ ക്രോഡീകരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ശക്തമായൊരു ടൂളായിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അൽ മറാജ വൽ ഇസ്തിഷ്ഹാദാത്ത് എന്ന് പറഞ്ഞാൽ റെഫറൻസ്, മറാജ നമുക്ക് പരിചയം ഉണ്ടാവും. ഇസ്തിഷ്ഹാദാത്ത് ഔ ഇഖ്തിബാസാത്ത് അത് സൈറ്റേഷൻസ്, കോട്ടിങ്സ് എന്നൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ബിസ്തിഖ്ദാമിൽ അദവാത്തിൽ മുദ്മജ ഫിൽ ബർനാമിജ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ എംബഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള്, ഈ ടൂൾ ഉപയോഗിക്കുമ്പം യുംകിനു ബി സുഹൂലത്ത് ഇദ്റാജുൽ ഇഖ്തിബാസാത്ത്, നമുക്കവിടെ വളരെ എളുപ്പത്തിൽ സൈറ്റേഷൻസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വൽ ഹവാഷിയ സുഫ്ലിയ, അതുപോലെ തന്നെ ഫുട് നോട്ടുകൾ, വൽ ഖിതാമിയ എൻഡ് നോട്ടുകളുമൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വ ഇൻഷാ ഖായിമത്തുൻ മറാജിഉൻ തിൽഖായിയ, ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെഫറൻസ് ലിസ്റ്റ് തന്നെ അതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഇതൊക്കെ സൈറ്റേഷൻസും ഫുട് നോട്ടും എൻഡ് നോട്ടും ഒക്കെ ഒരു ജേർണലിലേക്ക് ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത്, അതല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കുകളും തിസീസുകളുമൊക്കെ എഴുതുന്ന സമയത്ത് അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായ എവിഡൻസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതുപോലും വളരെ ലളിതമായ രൂപത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണലായ രൂപത്തിൽ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലും യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എൻ്റെ കിതാബത്തിൽ അബ്ഹാസുൽ ഇൽമിയ അവൽ അക്കാദമിയ, അക്കാഡമിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചുകൾ എഴുതുന്ന സമയത്ത് തുഅ്തബറുൽ ഇഷാറത്ത് ഇലൽ മസാദിർ വൽ മറാജി അൽ മുസ്തഖ്ദമ അംറൻ ളുറൂറിയൻ ലിതഅസീസി മുസാദഖിയത്തുൽ ബഹ്സ് വതജന്നബി സരിഖത്തുൽ അദബിയ. ബിബ്ലിയോഗ്രഫിയിലേക്കുള്ള സൂചനകൾ നൽകുക എന്നുള്ളത് അംറൻ ളുറൂറിയൻ അനിവാര്യമായ കാര്യമാണ്. ലിതഅസീസി മുസാദഖിയത്തുൽ ബഹ്സ്, ആ ഒരു ബഹ്സിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി. വതജന്നബി സരിഖത്തുൽ അദബിയ, അതിൽ നിന്ന് പ്ലാജറിസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതായത് സാഹിത്യപരമായ മോഷണം, ആരെങ്കിലും ചെയ്തൊരു വർക്കിൽ നിന്ന് അയാളുടെ അനുമതി ഇല്ലാതെ നമ്മുടെ ഒരു വർക്കിലേക്ക് നമ്മളതിൻ്റെ കണ്ടൻറ്റ്, അതിലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പം അതിന് പ്ലാജറിസം എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ സാഹിത്യ മോഷണം എന്നൊക്കെ പറയും അല്ലേ. അത് ഇല്ലാതിരിക്കാനും അത് അകറ്റി നിർത്താനും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, സത്യസന്ധത നിലനിർത്താനുമൊക്കെ അതിലേക്ക് റെഫറൻസുകൾ നൽകുക എന്നുള്ളത്, അതാണ് ബിബ്ലിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ റെഫറൻസുകൾ നൽകുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. യുവഫിറു ബർനാമിജ് മൈക്രോസോഫ്റ്റ് വേർഡ് അദവാത്തിൻ മുരിനത്തുൻ തുസഅദു അല ഇദാറത്തുൽ മറാജി വ ഇലാഫത്തിഹ ബിസുഹൂലത്തിൻ. മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ടൂളുകൾ ഇവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ഇത് മറാജകൾ മാനേജ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഫറൻസുകൾ ആഡ് ചെയ്യാനുമൊക്കെയുള്ള ടൂളുകൾ മൈക്രോസോഫ്റ്റ് വേർഡ് അവൈലബിൾ ആക്കുന്നുണ്ട്. വിഫ്കൻലി അൻമാത്തി തൗസീഖൽ മുഖ്തലിഫ, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബിബ്ലിയോഗ്രഫി സ്റ്റൈലുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതിലുള്ള ചില ഉദാഹരണങ്ങളാണ് APA, MLA, ചിക്കാഗോ, വൈരിഹ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു ബിബ്ലിയോഗ്രഫിയുടെ ഒരു സ്റ്റൈലുകളാണ്. പല ടൈപ്പുള്ള ബിബ്ലിയോഗ്രഫികളുണ്ട്, അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ റിസർച്ച് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് APAയും MLAയും ഒക്കെ. ഇൻഷാ അല്ലാഹ് അത് കുറച്ചുകൂടി വലിയ ക്ലാസ്സുകൾ നമ്മൾ എന്താണെന്നത് പഠിക്കും. ഫിമ യലി അൽ ഖുതുവാത്ത് തഫ്സീലിയ, അതിനുള്ള എങ്ങനെയാണ് ഈ പറയുന്ന റെഫറൻസുകൾ അതല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിയും ഫുട് നോട്ടും എൻഡ് നോട്ടും ഒക്കെ നമ്മുടെ വർക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇദ്രാജുൽ ഹാഷിയത്ത് സുഫ്ലിയ, ആദ്യം നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് ഫുട് നോട്ട് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. الحاشية السفلية هي نص يظهر في أسفل الصفحة لتوضيح
മർജഇൻ ഔ തഖദീമി ശറഹിൻ ഇളാഫിൻ ലിമഅലുമാത്തിൻ ദക്കറത ഫി നസ് റഈസി. അപ്പോൾ ഈ ഹാഷിയത്ത് സുഫ്ലിയ എന്ന് പറഞ്ഞാൽ, ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ അത് പേജിന് ഏറ്റവും താഴെ കാണുന്ന ലിതൗലിഹി മർജിൻ ഒരു റെഫറൻസ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, ഔ തഖദീമി ശറഹുൻ ഇളാഫി ലിമഅലുമാത്തിൻ ദക്കറത ഫി നസ് റഈസി, അതിൻ്റെ പ്രധാന ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു വിവരത്തെക്കുറിച്ചുള്ള അഡീഷണൽ ആയിട്ടുള്ള അതിൻ്റെ ഷറഹ് നൽകുന്നതിന് വേണ്ടിയൊക്കെയുള്ള താഴെ നൽകുന്നൊരു നോട്ടാണ്, നെസ്സാണ് അല്ലെ ഹാഷിയത്ത് സുഫ്ലി എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഒരു റിസർച്ച് ലേഖനമാണ്. അതിൽ നമുക്ക് ആ റിസർച്ച് ലേഖനങ്ങൾ എഴുതുമ്പം സാധാരണഗതിയിൽ നമുക്ക് ഈ റെഫറൻസുകളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഇവിടെ ഏറ്റവും താഴെ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സൂചനകൾ നൽകിയിട്ടുള്ളത്. ഇത് മുകളിൽ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ മറ്റു കിതാബുകളിൽ നിന്ന് അതിൽ മറ്റാളുകൾ പറഞ്ഞ പരാമർശമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു മുസാദഖിയത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മളത് നമ്മുടെ പേരിലുള്ളതൊരു മോഷണം ആരോപിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റേഷൻസ് ആയിട്ട് ഈ താഴെ നൽകിയതാണ്, ഫുട് നോട്ടായി നൽകിയതാണ്. അപ്പം ഇതിനാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. തുസ്തഖ്ദമു ഹാഷിയത്തുൻ സുഫ്ലിയ ഫിൽ അബ്ഹാസ് വൽ ആറാഖ് അൽ ഇൽമിയ്യ. റിസർച്ച് പേപ്പറുകളിലാണ് ഫുട് നോട്ടുകൾ ഉപയോഗിക്കപ്പെടുന്നത്. ലിതൗലിഹി മഅലൂമാത്തിൻ ഇളാഫിയ, അതിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ അതിൽ ഇഷാറത്ത് ഇലൽ മസാദിർ വൽ മറാജിഅ, അതിൻ്റെ റെഫറൻസ് അതല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി അതിലേക്ക് ആഡ് ചെയ്യുമ്പം അതിലേക്കുള്ള സൂചനകൾ നൽകാനും നമ്മൾ ഈ ഫുട് നോട്ട് ഉപയോഗിക്കാറുണ്ട്. യുഖദ്ദിമു ബർനാമിജ് മൈക്രോസോഫ്റ്റ് വേർഡ് ത്വരീഖത്തൻ സഹ്ല ലിഇളാഫത്തിൽ ഹവാഷി സുഫ്ലിയ വ ഇദാറത്തിയ. മൈക്രോസോഫ്റ്റ് വേർഡ് സോഫ്റ്റ്വെയർ വളരെ സിമ്പിളായ മെത്തേഡാണ് ഈ ഒരു ഫുട് നോട്ട് ആഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനുമൊക്കെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈഫിയത്തു ഇദ്റാജ് ഹാഷിയത്ത് സുഫ്ലിയ, എങ്ങനെയാണ് ഈ ഫുട് നോട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ രൂപം, ആ രൂപമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇങ്ങനെയാണ്. ഇഫ്തഹ് അൽ മുസ്തനിദ് ഫി മൈക്രോസോഫ്റ്റ് വേർഡ്, നമ്മൾ ജസ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നു, ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു. വ അൽ മുഅശ്ശർ ഫിൽ മകാൻ ലദി തുരീദ് ഇദ്റാജ് റഖം അൽ മർജഇ ഫിഹി, അവിടെ എവിടെയാണോ ഈ ഒരു റെഫറൻസ് നമ്പർ, ഈ ഒരു സൈറ്റേഷൻ നൽകേണ്ടത്, ഈ ഒരു ഫുട് നോട്ട് നൽകേണ്ടത് ഏത് കണ്ടൻറ്റിൻ്റെ ഭാഗത്താണോ അവിടെ നമ്മൾ നമ്മുടെ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നമ്മൾ കേഴ്സർ വെക്കുന്നു. സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻതഖിൽ ഇലാ അലാമത്ത് തബ്വീബ് മറാജിഉൻ ഫി ശരീഅത്തുൽ അദവാത്ത്, എന്നിട്ട് മെനു ബാറിലെ റെഫറൻസ് മെനുവിലേക്ക്, റെഫറൻസ് ടാബിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യാം. റെഫറൻസ് ടാബിൽ നമുക്ക് ഫുട് നോട്ടിൻ്റെ ഈ സ്പേസ് കാണാൻ പറ്റും. ഇൻഖറാല ഇദ്റാജ് ഹാഷിയത്ത് സുഫ്ലിയ, അതിൽ ഇൻസേർട്ട് ഫുട് നോട്ട് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സയൽഹറു റഖമൻ ഔ റംസുൻ സഗീറുൻ ബിജാനിബി നസ്, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്തിരുന്ന ഫുട് നോട്ട് കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് ഒരു സിമ്പിളോ അല്ലെങ്കിൽ റക്കമോ, അത് ഡിഫോൾട്ടായിട്ട് നമ്മൾ ചെയ്ത് വെച്ചതാണ് കാണുക. ഇതിൽ നമുക്ക് നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. യുഫ്തഹു മുറബ്ബിഉ കിതാബത്തുൻ തിൽഖായി ഫി അസ്ഫലി സ്വഫ ലിഇളാഫത്തി നസ് അവിൽ മർജ, നമുക്കവിടെ ഒരു റെഫറൻസ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ബോക്സ്, മുറബ്ബിഉ കിതാബത്തിന് ഒരു ടെക്സ്റ്റ് ബോക്സ് അതല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഏരിയ നമുക്കവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പേജിൻ്റെ താഴെ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ പറ്റും. അവിടെ നമുക്ക് ആ റെഫറൻസ് എന്താണോ അവിടെ റെഫറൻസ് കൊടുക്കേണ്ടത്, അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അഡീഷണൽ കണ്ടൻ്റ് ആയിരിക്കും. ഒരു ചെറിയ വേർഡ് കൊടുക്കുമ്പം ആ വേർഡിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വാക്യം ഉപയോഗിക്കുമ്പോൾ അതിനെ കൂടുതൽ വിശദീകരിക്കാനോ അതിനെ വ്യക്തത വരുത്താനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റൊരു പുസ്തകത്തിലെ, മറ്റൊരു ജേണലിലെ, മറ്റൊരു വ്യക്തിയുടെ ഒരു കോട്ടാണ് എങ്കിൽ ആ കോട്ട് നമ്മൾ എവിടെ നിന്ന് എടുത്തു എന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെഫറൻസും അവിടെ കൊടുക്കാം. ഇങ്ങനെയുള്ള ഏത് രൂപത്തിലുള്ള കണ്ടൻറ്റും നമുക്കവിടെ റെഫറൻസായിട്ട് അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി തൻസീഖുൽ ഹവാഷി സുഫ്ലിയ,
ഇതിനെ ഒരു ഓർഗനൈസ് ചെയ്യാൻ ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. തഅദീൽ തൻസീഖിൽ ഹാഷിയത്ത്, നമ്മൾ നൽകിയിട്ടുള്ള ഫുട് നോട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻഖർ ബിസുറുൽ ഫവറത്തുൽ ഐമൻ അലന്നസ് ഫി അസ്ഫലി സുഫ, പേജിൻ്റെ താഴെ ഭാഗത്ത് നൽകിയിട്ടുള്ള ഈ ഫുട് നോട്ടായി നൽകിയിട്ടുള്ള ടെക്സ്റ്റിൻ്റെ മുകളിൽ നമ്മുടെ കേഴ്സർ വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ നമുക്ക് കാണാൻ പറ്റും അൻമാത്തുകൾ, സ്റ്റൈൽസ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റൈൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ സ്റ്റൈൽസ് ഈ ഓപ്ഷനിൽ കാണുന്നുണ്ട്. ഇഖ്തർ അൻമാത്ത് ലതഗയീരി നൗ ഉൽ ഖത്ത് ഹജ്മഹു ഔ ശക്ലഹു. അപ്പോൾ അതിൻ്റെ രൂപം മാറ്റാൻ, അതിൻ്റെ സൈസ്, ഫോൺ കളറ്, അതിലെ ഫോണ്ടിൻ്റെ മറ്റു എഫക്ട്സ്, ബോൾഡോ ഇറ്റാലിക്കോ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ രൂപത്തിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യുംകിനു തഅദീലുൽ മസാഫ ബൈന നുസൂസ് ബിസ്തിഖ്ദാമി ഖിയാറാത്തുൽ ഫിക്ര. ഇതിൽ തന്നെ ധാരാളം ഓപ്ഷൻസ്, നമുക്ക് ഒരു ഫോണ്ടുമായി ബന്ധപ്പെട്ട പാരഗ്രാഫുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ സ്പേസ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിലുള്ള ഓപ്ഷനുകളും ഇവിടെ ഈ ഒരു പാരഗ്രാഫ് ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തുടങ്ങി നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ, ഫുട് നോട്ടായി കൊടുക്കുന്ന ടെക്സ്റ്റിനെ ഏത് രൂപത്തിലേക്കും എഡിറ്റ് ചെയ്യാൻ, അതിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇദാറത്തുൽ ഹവാഷി സുഫ്ലിയ, ഫുട് നോട്ട് മാനേജ്മെൻറ്റ്, ഇയാദത്തി തർക്കീമുൽ ഹവാഷി. നമ്മൾ നേരത്തെ ഫുട് നോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിങ്ങുകളൊക്കെ നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ചെയ്യണം തോന്നിയാൽ ഈ നമ്പറിന് പകരം വേറെ നമ്പർ സിസ്റ്റം, അത് വേറെ ലെറ്ററുകൾ, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ അലിഫ് ബാവോ ABCD അല്ലെങ്കിൽ റോം ലെറ്ററോ അതല്ലെങ്കിൽ വേറെ സിമ്പിളുകളൊക്കെ ആക്കണമെങ്കിലൊക്കെ നമുക്കതിൽ ഇതിനൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇൻഖ്ര അലസ്സഹ്മു സഗീർ ഫി മജ്മുഅത്തുൽ ഹവാഷി സുഫ്ലിയ. ഇവിടെ ഈ ഒരു മജ്മുഅത്ത് ഹവാഷി സുഫ്ലിയ ഫുട് നോട്ട് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഫതൽഹറു നാഫിദത്ത് ഹവാഷി സുഫ്ലിയ വ തഅലീഖാത്തുൻ ഖിത്താമിയ. അപ്പോൾ ഇവിടെ ഫുട് നോട്ടിൻ്റെ അല്ലെങ്കിൽ എൻഡ് നോട്ടിൻ്റെയും ഒക്കെ ഒരു പുതിയൊരു ബോക്സ് നമുക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇഖ്തർ തൻസീഖ് റഖമി മിന തൻസീഖ്. ഇതിൽ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഈ രൂപത്തിലുള്ള ഓപ്ഷനുകളൊക്കെ കാണാൻ പറ്റും. യുംകിനു തഗ്യീർ നംതു തർക്കീം, നമുക്കവിടെ തർക്കീമിൻ്റെ സ്റ്റൈലുകൾ, നമ്പറിങ്ങിൻ്റെ സ്റ്റൈലുകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. അത് രൂപത്തിൽ മാറ്റുകയും ചെയ്യാം. വ ഇആദത്ത് തർക്കീം ലിക്കുല്ലി സഫത്തിൻ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ പേജിലേക്കും ഇത് ഈ രൂപത്തിൽ മാറ്റാൻ പറ്റും. കുല്ല് മഖത്തൻ ഔ മുസ്തമിറിൻ, അപ്പോൾ ഓരോ പേജിലും പുതുതായി തുടങ്ങുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ എല്ലാ പേജിലും കണ്ടിന്യൂസ് ആയി തുടങ്ങുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാനൊക്കെ പറ്റും. അപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയൊക്കെ ഈ ഒരു അലിഫ് ബ ത എന്നുള്ള ഓർഡറിലേക്ക് അത് മാറി. ലിനഖലിൽ ഹവാഷി മിൻ അസ്ഫലി സഫ ഇല നിഹായത്തുൽ മുസ്തനിദ്. ഇനി ഓരോ പേജിൻ്റെയും അവസാനത്തിൽ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഫുട് നോട്ടുകളെ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അവസാനത്തിലേക്ക്, നിഹായത്തുൽ മുസ്തനിദ് ഡോക്യുമെൻറ്റിൻ്റെ അവസാന പേജിലേക്ക് മാറ്റണമെങ്കിൽ ഇസ്തഖ്ദിം തഹവീൽ, നമുക്ക് ഇതിലെ കൺവേർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതവിടെ കൺവേർട്ട് കാണുന്നുണ്ട്. ആ കൺവേർട്ടിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ഓൾ ഫുട് നോട്ട്സ് ടു എൻഡ് നോട്ട്സ് എന്നതിലേക്ക്. അപ്പോൾ ഇവിടെ ഇസ്തഖ്ദിം തഹവീൽ ഫി നാഫിദത്ത് ഹവാഷി സുഫ്ലിയ വ തഅലീഖാത്ത് ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട് വിൻഡോയിൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷന് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ഫുട് നോട്ടായി കൊടുത്തതിനെ എൻഡ് നോട്ടാക്കി മാറ്റാൻ ഇങ്ങനെ ഒറ്റ ക്ലിക്ക് ചെയ്താൽ അതിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ഫുട് നോട്ടുകളും ഓരോ പേജിലും പലപ്പോഴായി വന്നിട്ടുള്ളത് അത് ആ പേജുകളിൽ നിന്നൊക്കെ മാറിയിട്ട് അവസാനത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതൊരു അക്കാദമിക് അതല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് വർക്കുകളിൽ, ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ, മറ്റു വർക്കുകളിലൊക്കെ ഈ രൂപത്തിൽ ഉണ്ടാവാറുള്ളതാണ്. നമുക്ക് ഇൻഡിസൈനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ലേഔട്ടിന് വേണ്ടി മാത്രമുള്ള
സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാതെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതിൽ തന്നെ പ്രൊഫഷണലായ രൂപത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കാനൊക്കെ ഇത് നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഹസ്ഫ് ഔ തഅദീലുൽ ഹാഷിദ് സുഫ്ലിയ. ഇനി നമുക്ക് ഈ ഒരു ഹാഷിദ് സുഫ്ലിയ ഈ ഒരു ഫുട് നോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുകളാണ് ലിഹാസ്ഫിൽ ഹാഷിയ. നമുക്ക് ഫുട് നോട്ട് ഡിലീറ്റ് ചെയ്യാൻ എംസ് റഖം ഔ റംസുൽ മർജഇ ഫി നസ്ർ റഈസി. നമ്മളതിന് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ എൻഡ് നോട്ടിലേക്ക് മാറ്റിയതിന് വീണ്ടും ഫുട് നോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഹ എന്ന് പറയുന്ന നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഫുട് നോട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെയിൻ ടെക്സ്റ്റിൽ നിന്ന് ഈ ഒരു ചിഹ്നത്തെ, ഈ ഒരു സിമ്പലിനെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ അത് പോയിട്ടുണ്ട്, ഹ എന്നുള്ളത് അവിടെ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട്. സയോഹുദഫുന്നസുൽ മുർത്തബിത് തിൽഖായ. അപ്പോൾ അവിടെ ആ ടെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഓർഡറായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട്, അപ്പോൾ നമ്മൾ ഇടയിൽ നിന്നാണ് ഒന്ന് ഒഴിവാക്കിയതെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആ മർത്തബയിൽ തന്നെ അത് തിരിച്ചു വരും കേട്ടോ. ഓക്കെ, അതായത് ഇതിൻ്റെ അടക്കുന്നതൊന്നും പോയാലും അത് കറക്റ്റ് ഈ ഓർഡറിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ലിതഅദീലിൽ ഹാഷിയ. ഇനി ഫുട് നോട്ട് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഖും ബിതഹരീർ നസ്ൽ മൗജൂദ് ഫി അസ്ഫലി സഫ മുബാഷിർ. നമുക്ക് ഈ ഒരു പേജിൻ്റെ താഴെ ഭാഗത്ത് നൽകിയിട്ടുള്ള ഈ ഫുട് നോട്ടിനെ നമുക്ക് സാധാരണ ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധമല്ല, സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇദ്റാജു തഅലീഖാത്തുൻ ഖിതാമിയ, എൻഡ് നോട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. തഅലീഖാത്തുൻ ഖിതാമിയ ഹിയ മുലാഹലത്തുൻ തൗളീഹിയ തുലാഫ് ഫി നിഹായത്തുൽ മുസ്തനിദ് അവിൽ ഫസൽ ബദല മിൻ അസ്ഫലി സുഫ. നേരത്തെ ഫുട് നോട്ട് നമ്മൾ പഠിച്ചു, ഓരോ പേജിലും ആ പേജിലെ റെഫറൻസ് കൊടുക്കേണ്ട, സൈറ്റേഷൻസ് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ കൊടുക്കുമ്പം ആ പേജിൻ്റെ തന്നെ താഴെ ഇങ്ങനെ ഫുട് നോട്ടുകളായി വരും. അതിന് പകരമായിട്ട് ആ പേജിൻ്റെ അവസാനത്തിന് വരുന്നതിന് പകരമായിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ, അതല്ലെങ്കിൽ ഒരു ഫസലാണെങ്കിൽ, ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഈ പറയുന്ന നോട്ട് വരുന്നതിനാണ് നമ്മൾ എൻഡ് നോട്ട് എന്ന് പറയുന്നത്. وتستخدم لتقديم معلومات إضافية مثل المراجع أو التعليقات أو الشروح المتعلقة بمحتوى النص. ആ ഒരു ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കമൻസ്, റെഫറൻസ് പോലെയുള്ള അഡീഷണലായി ഏത് ഡീറ്റെയിൽസും അവിടെ നമുക്ക് ഉപയോഗിക്കാം. تعد تعليقات ختامية طريقة لتنظيم المستند بشكل أكثر ترتيبا. ആ ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് ഒന്നുകൂടിയും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഈ പറഞ്ഞ റിസർച്ച് മേഖലകളിലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എവിടെയാണോ ഫുട് നോട്ട് പറഞ്ഞല്ലോ അതിന് പകരമായിട്ട് നമുക്ക് ആ രൂപത്തിലുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. ഖാസത്തൻ ഫിൽ അമാലി ത്വവീല മിസ്ലൽ കുത്തുബ് വൽ ഉത്റൂഹാത്ത്. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ഒരു സുദീർഘമായ വർക്കുകളാണ്, പുസ്തകം പോലെയുള്ള അല്ലെങ്കിൽ തെസീസോ ഡെസർട്ടേഷനൊക്കെ പോലെയുള്ള സുദീർഘമായ ഡോക്യുമെൻറ്റുകളിലാണ് ഈ എൻഡ് നോട്ടുകൾ യൂസ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ ആ ഡോക്യുമെൻ്റ് അവസാനമോ അതല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനത്തിലൊക്കെയാണത് ഉപയോഗിക്കാറുള്ളത്. ഹൈസു തംനോ തക്രാറൽ മുലാഹലാത്ത് അസ്ഫല കുല്ലി സഫത്തിൻ. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് ഓരോ പേജിലും കൊടുക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള സെയിം റെഫറൻസുകൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത പേജിൽ വരും. ഇപ്പോൾ ഇതിൽ ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് ഈ ഒരു പേജിൽ കൊടുത്തു എങ്കിൽ അതേ പുസ്തകത്തിൽ നിന്നുള്ളൊരു റെഫറൻസ് ഞാൻ ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോഴും എടുക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും അതേ പുസ്തകത്തിൻ്റെ പേര് ആവർത്തിച്ച് കൊടുക്കേണ്ടി വരികയാണ്. ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. യംകിൻ ഇസ്തിഖ്ദാമു തഅലീഖാത്തിൻ ഖിതാമിയ ബിത്തിബാഇൽ ഖുതുവത്ത് താലിയ. താഴെ കൊടുത്ത സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ആ രൂപത്തിൽ നമുക്ക് ഈ തഅലീഖാത്ത് എൻഡ് നോട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻതഖൽ ഇലാ അലാമത്ത് തബ്വീബ് മറാജ. അതും റെഫറൻസിലാണ് എൻഡ് നോട്ടുള്ളത്. റെഫറൻസ് മെനുവിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. എന്നിട്ട് ഇൻഖർ അലസ്സഹ്മു സഗീർ ഫി മജ്മുഅത്തുൽ ഹവാഷി സുഫ്ലിയ. എന്നിട്ട് ഈ ഫുട് നോട്ടിൻ്റെ ഈ ഒരു ഗ്രൂപ്പ്, ഫുട് നോട്ട് ഗ്രൂപ്പിൻ്റെ അവസാനത്തിലുള്ള ഈ ഒരു ആരോ, ആ ആരോ ക്ലിക്ക് ചെയ്താൽ ഫിന്നാഫിദത്തിൽ അത് തുലഹറു. അപ്പോൾ നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു വിൻഡോയിൽ ഇഖ്തർ തഅലീഖാത്തിൻ ഖിതാമിയ ബദല മിൻ ഹാഷിദുൻ സുഫ്ലിയ. ഇവിടെ ഫുട് നോട്ടിന് പകരം, ഇവിടെ ഫുട് നോട്ടിലാണ്
എനേബിൾ ആയിട്ടുള്ളത്. ആ ഫുട് നോട്ടിന് പകരം എൻഡ് നോട്ട് കൊടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട് എൻഡ് ഓഫ് ഡോക്യുമെൻ്റ് ആണോ അല്ലെങ്കിൽ എൻഡ് ഓഫ് സെക്ഷൻ ആണോ. എൻഡ് ഓഫ് സെക്ഷൻ മീൻസ് നമുക്ക് ഓരോ ചാപ്റ്ററുകളും ഓരോ സെക്ഷനാക്കി വെക്കാൻ പറ്റും. ആ സെക്ഷനിലാണോ അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ഒടുവിലാണോ അവസാനത്തെ പേജിലാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആ രൂപത്തിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ പറ്റും. അടുത്തത് ഇദ്റാജുൽ ഇഖ്തിബാസ് ഫിന്നസ്. ടെക്സ്റ്റിൽ എങ്ങനെയാണ് സൈറ്റേഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇദ്റാജുൽ ഇഖ്തിബാസ് ഫി മൈക്രോസോഫ്റ്റ് വേർഡ് ഹുവ അമലിയത്തുൻ ഇലാഫത്തുൻ ഇഷാറ ഇലാ മസ്ദറിൻ മുഅയ്യനിൻ ദാഖിൽ നസ് ലിതൗസീഖിൽ മഅലൂമാത്തിൽ മുഖ്തബിസ അവൽ മുസ്തആറ മിൻ ദാലിക്കൽ മസ്ദർ. ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ കടമെടുത്ത അതല്ലെങ്കിൽ ഒരു കോട്ടിങ്സ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ടെക്സ്റ്റിനകത്ത് നമ്മൾ ഇത് ഇന്നതിൽ നിന്ന് എടുത്തതാണ് എന്ന് കോട്ട് ചെയ്യുക. അതാണ് സൈറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന പുസ്തകത്തിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം, ഒരു പാരഗ്രാഫ് അതല്ലെങ്കിൽ അതിലെ 2 ലൈൻസ്, ആ ലൈൻസ് അതുപോലെ തന്നെ എൻ്റെ വർക്കിൽ ഈ ഡോക്യുമെൻറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൈറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സൈറ്റേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതങ്ങനെ കൊടുക്കുമ്പം നമ്മളതിൽ പരാമർശിക്കാതെ ഇത് ഏത് പുസ്തകത്തിൽ നിന്ന് ആരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്താന്ന് പറയാതെ ഇതിൽ കൊടുക്കുമ്പം നമ്മളത് ശരിക്ക് ആ ഒരു 2 ലൈന് മോഷ്ടിച്ചെടുത്തതിന് തുല്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞ പ്ലാജിയറിസം. അപ്പോൾ അതല്ലാതിരിക്കാൻ നമുക്കവിടെ ഇന്ന ആൾ ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന രൂപത്തിൽ തന്നെ നമുക്കവിടെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിന് സൈറ്റേഷൻ എന്ന് പറയുന്നത്. യുസ്തഖ്ദമുൽ ഇഖ്തിബാസ് ലിൽ ഇഷാറത്തി ഇലൽ മർജഅലത്തി ഉസ്തുനിദ ഇലൈഹ ഫി കിതാബത്തിൽ മുസ്തനിദ്. ആ ഡോക്യുമെൻ്റ് ഏത് പുസ്തകത്തിലേക്കാണോ ഏത് റെഫറൻസിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതിവിടെ നമ്മൾ അതിലേക്കുള്ളൊരു സൂചന നൽകുകയാണ് ഇഖ്തിബാസിലൂടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സൈറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. സവ അൻകാന കുത്തുബൻ, അത് കിതാബാവട്ടെ അതിലെ മക്കാലാത്ത് ലേഖനങ്ങളാവട്ടെ, മവാഖി വെബ് അതിലെ വെബ്സൈറ്റുകളാവട്ടെ, ഔകരി അല്ലെങ്കിൽ അതുപോലുള്ള ഏത് റെഫറൻസുകളാവട്ടെ, ആ റെഫറൻസുകളെ അതല്ലെങ്കിൽ അതിൻ്റെ ഓതറെ അതല്ലെങ്കിൽ അതിനെ നമ്മളിവിടെ പരാമർശിക്കപ്പെടണം. ആ പരാമർശിക്കുമ്പോഴാണ് അതിനെ സൈറ്റേഷൻ എന്ന് പറയുന്നത്. വദാലിക വിഫ്ക ലിനംതിൻ തൗസീഖിൻ മുഹദ്ദദൻ. അതിന് ചില നിർണിതമായൊരു ഫോർമാറ്റുകളുണ്ട്, അതല്ലെങ്കിൽ അതിന് സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ APA, MLA, ചിക്കാഗോ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു അതൊരു ഇൻ്റർനാഷണൽ സ്റ്റൈലുകളാണ്. ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റൈലുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ, ആ യൂസ് ചെയ്തതിനെ വീണ്ടും ടൈപ്പ് ചെയ്യാതെ അതിൻ്റെ ലിസ്റ്റായി ബിബ്ലിയോഗ്രഫിയുടെ ലിസ്റ്റായിട്ട് കിട്ടാനൊക്കെ നമുക്കിവിടെ ഈ ഒരു സൈറ്റേഷൻസ് യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സാണ് താഴെ പറയുന്നത്. ഖുതുവാത്ത് ഇദ്റാജുൽ ഇഖ്തിബാസ്. ഇങ്ങനെയുള്ള സൈറ്റേഷൻസ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. 1. ലൗ അൽ മുഅശ്ശറഫിൽ മക്കാൻ ലദി തുരീദു അൻ യദ്ഹറ ഫീഹിൽ ഇഖ്തിബാസ്. എവിടെയാണോ ആ സൈറ്റേഷൻ പ്രത്യക്ഷപ്പെടേണ്ടത് വെച്ചാൽ അവിടെയാണ് നമ്മൾ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്ന. നേരത്തെ ഫുട് നോട്ടിനും എൻഡ് നോട്ടിനൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇൻതഖൽ ഇല അലാമത്ത് തവ്വീബ് മറാജ് ഫി ശരീഅത്തിൽ അദവാത്ത്. ടൂൾ ബാറിൽ അല്ലെങ്കിൽ മെനു ബാറിൽ റഫറൻസ് മെനു നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫി കിസ്മിൽ മറാജ് വൽ ഇഖ്തിബാസാത്ത്, സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്, ആ ഒരു പാർട്ടിൽ നിന്ന് ഇൻഖറ അലാ സുർ ഇദ്റാജ് ഇഖ്തിബാസ്, ഇൻസേർട്ട് സൈറ്റേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇഖ്തർ ഇലാഫത്ത് മസ്ദറൻ ജദീദൻ, എന്നിട്ട് ഇവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പം ആഡ് ന്യൂ സോഴ്സ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. തൽഹറു നാഫിദൻ ജദീദ, അവിടെ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ ഹദ്ദിദ് നൗ ഉൽ മസ്ദർ, ആ മസ്ദറിൻ്റെ ടൈപ്പ് ഓഫ് സോഴ്സ് ഏതാണെന്നുള്ളത്, ബുക്കാണോ അതല്ലെങ്കിൽ ബുക്ക് സെക്ഷനാണോ ജേർണലാണോ പീരിയോഡിക്കൽസ് ആണോ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആണോ റിപ്പോർട്ടാണോ ഒക്കെ നമുക്കവിടെ എടുക്കാം. അതിലേത് ടൈപ്പ് ഓഫ് സോഴ്സ് ആണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അദ്ഖിൽ തഫാസിലുൽ മസ്ദർ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഓതർ, ബുക്കിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഇയർ, ഏത് സിറ്റിയിലാണ് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ പബ്ലിഷർ ആരാണ്,
മീഡിയം ഏതാണ്, മലയാളമാണോ ഇംഗ്ലീഷാണോ അറബിയാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മളോട് നോക്കുക. അദ്ഖിൽ തഫാസിലുൽ മസ്ദർ, ഇസ്മുൽ മുഅല്ലഫ്, അൽ ഉൻവാൻ, അസ്സന, ലഹ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മളവിടെ കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഓക്കെ അടിച്ചാൽ ആ ഒരു റെഫറൻസ് അവിടെ അവൈലബിളായി മാറും. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഒരു പുസ്തകം, ഇതെല്ലാം നൽകിയതിന് ശേഷം നമുക്ക് ഇവിടെ ഓക്കെ അടിച്ചാൽ അവിടെ സൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണുന്നുണ്ട് ഇങ്ങനെ, അത് സയ്യാത്ത് അവിടെ കാണും. ഇനി നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് ഓരോ റെഫറൻസുകളും നമുക്കിവിടെ സൈറ്റ് ചെയ്യാൻ പറ്റും. ഇദാറത്തുൽ മസ്ദർ, ഒരു സോഴ്സ് മാനേജ്മെൻറ്റ്. ഇനി സോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്, ഇൻഖറ അല ഇദാറത്തുൽ മസാദിർ ഫി അലാവ് തവീബ് മറാജ്, റെഫറൻസിലെ മാനേജ് സോഴ്സസ് എന്ന് പറയുന്ന മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം യുംകിനു തഅദീൽ ഔ ഹദ്ഫുൽ മസാദിർ, അവിടെ നമ്മൾ നൽകിയിട്ടുള്ള സോഴ്സ് ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്തൊരു സോഴ്സ് ഇവിടെ ഉണ്ട്, ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള സോഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ അതിൽ അവൈലബിൾ ആണ്. ഔ ഇസ്തിറാദിഹ ഔ തസ്ദീരിഹ ലിസ്തിഖ്ദാമിഹ ഫി മുസ്തനിദാത്തിൻ ഉഖ്റ, ഇനി അതിനെ വേണമെങ്കിൽ നമുക്ക് മറ്റു റെഫറൻസുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഡോക്യുമെൻറ്റുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇനി ഇൻഷാ ഖായിമത്തുൽ മറാജ് ഔ സഫഹത്തുൽ മറാജ്, ഇനി നമ്മളിങ്ങനെ ഒരു 4-5 റെഫറൻസുകൾ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ ഇതുപോലുള്ള മസാദിർ വൽ മറാജ് നമ്മളിവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ അവസാനത്തിൽ നമുക്ക് അൽ മസാദിർ വൽ മറാജ് ലഭിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അൽ മസാദിർ വൽ മറാജ് നമ്മൾ നൽകിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിപ്പം ടൈപ്പ് ചെയ്താണ്, ഈ ടൈപ്പ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ ലഭ്യമാകണമെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരു ഖായിമത്തുൽ മസാദിർ വൽ മറാജ് അവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ളത് ലൗ അൽ മുഅശ്ശറഫിൽ മക്കല തുരീദു അൻ തൽഹറ ഫിഹി ഖായിമത്തുൽ മറാജ്, ബിബ്ലിയോഗ്രഫിയുടെ ലിസ്റ്റ്, റെഫറൻസ് ലിസ്റ്റ് കിട്ടേണ്ട ഭാഗത്ത് നമ്മൾ ജസ്റ്റ് മൗസ് പോയിൻ്റർ വെക്കുന്നു. ഫി അലാവ് തവീ മറാജ്, എന്നിട്ട് റെഫറൻസ് മെനുവിൽ ഇൻഖറ അൽ മറാജ് വഖ്തറ തൻസീഖുൽ മുനാസബ്, ബിബ്ലിയോഗ്രഫി എന്ന ഭാഗം കാണുന്നുണ്ട്. ആ ബിബ്ലിയോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലുള്ള ഓപ്ഷൻ കിട്ടും. സത്തുദ്റജുൽ ഖായിമത്തുൽ ഖായൻ ബിനാ അൽ ഇക്തിബാസത്തുൽ മുലാഫ, അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള റെഫറൻസുകളെ അപ്പോൾ ഇതിൽ എന്താണ് ബിബ്ലിയോഗ്രഫി ആയിട്ട് വേണോ, റെഫറൻസ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ വർക്ക്സ് ആയിട്ട്, ഇങ്ങനെ പല മെത്തേഡുകൾ, പല ബിൽറ്റിൻ ആയിട്ടുള്ള മെത്തേഡുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിലേതാ മെത്തേഡിലാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ബിബ്ലിയോഗ്രഫി ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ ഇതിപ്പോൾ അറബിയിലായതുകൊണ്ട് അലൈൻമെൻറ്റ് മാറണം, പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കി വെച്ചാൽ ഓരോന്നും ഇങ്ങനെ സോഴ്സായിട്ട് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ലിസ്റ്റാണെങ്കിലും ബിബ്ലിയോഗ്രഫിയിൽ എത്ര ലിസ്റ്റാണെങ്കിലും അവസാനം ഓരോ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഓരോ പേജിലും പോയി കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി തെഹദീസ് ഖായിമത്തുൽ മറാജ്, ഈ ഒരു സോഴ്സ് ലിസ്റ്റ് അതല്ലെങ്കിൽ ഒരു ബിബ്ലിയോഗ്രഫി ലിസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഖുംതു ബി ഇലാഫത്തി മസാദിറൻ ജദീദ ഔ തഅദീലിയ, നമ്മൾ ഇതിലെന്തെങ്കിലും ഒരു എഡിറ്റിംഗ് വരുത്തി അതല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്തു എന്ന് വരിക്കുക എന്ന് കരുതുക. യുംകിനു തഹദീസ് ഖായിമത്തുൽ മറാജി അൻ തരീഖ് നഖർ ബിസുറുൽ ഐമനിൽ മൗസ് അലൽ ഖായിമത്ത്, ഈ ഒരു ലിസ്റ്റിൽ തന്നെ ജസ്റ്റ് മൗസ് കൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വഖ്തിയാറു തഹദീസുൽ ഇക്തിബാസാത്ത് വൽ മർജ്, എന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ അപ്ഡേറ്റ് എന്നുള്ള ഇത് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും വേണ്ട, ഇവിടെ ഏറ്റവും മുകളിലെ ഈ ഒരു ബോക്സ് തന്നെ ജസ്റ്റ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്ന ബോക്സ്, നേരത്തെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പഠിച്ച സമയത്ത് അവിടെയും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു റിസർച്ച് വർക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ അക്കാഡമിക് ആസ്പെക്റ്റിലുള്ള വർക്കുകളാണെങ്കിൽ
അതിനെ ക്രെഡിബിലിറ്റിയുള്ള വർക്കാക്കി മാറ്റാൻ അതിലേക്ക് ആവശ്യമായ റെഫറൻസുകളെ സൈറ്റേഷൻസ് ബിബ്ലിയോഗ്രഫിയൊക്കെ നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.